നമുക്കിന്ന് എക്സലിൽ ഹൈപ്പർ ലിങ്കിനെ കുറിച്ച് പഠിക്കാം. ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്ന നമുക്ക് നമ്മുടെ ഒരു എക്സൽ ഒരു വെബ്സൈറ്റ് പോലെ യൂസ് ചെയ്യാം. വേറൊരു ഫയലുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫയലിൽ തന്നെ വേറെ വർക്ക്ഷീറ്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി, അത് നമുക്ക് ഇമെയിലുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി, ഇതിനെല്ലാം നമുക്ക് ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്ത് നമുക്കൊരു വെബ്സൈറ്റ് പോലെ തന്നെ നമുക്ക് എക്സലിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എവിടെയാണോ ലിങ്ക് ഹൈപ്പർ ലിങ്ക് അപ്ലൈ ചെയ്യേണ്ടത് ആ സെല്ലിൽ വരിക, അല്ല അവിടെ ജസ്റ്റ് എന്താണോ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇമേജ് ആണ് ഇമേജിൽ ചെയ്യാം. അതിൻ്റെ ഷോർട്ട് കീ വന്നിട്ട് Ctrl+K ആണ്. Ctrl+K അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈപ്പർ ലിങ്കിൻ്റെ ഇത് ഓപ്പൺ ആയി വരും. അപ്പം അതുപോലെ തന്നെ ഇൻസേർട്ടിൽ വന്നു കഴിഞ്ഞാൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഇതാണ് ഹൈപ്പർ ലിങ്കിൻ്റെ ഇത്. ഇതല്ലാതെ നമ്മൾ മൗസിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പർ ലിങ്കിൻ്റെ ഇവിടെ താഴോട്ട് വരുമ്പോൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ കാണാൻ പറ്റും. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ വിൻഡോ വരും. അതിലേക്ക് 2-3 ഓപ്ഷൻ വരും. എക്സിറ്റിംഗ് ഫയൽ ഓർ വെബ് പേജ്. വേറെ ഏതെങ്കിലും പേജോ അല്ലെങ്കിൽ ഫയലോ അങ്ങനെ എന്തെങ്കിലും ആണ് ലിങ്ക് ചെയ്യേണ്ടതിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫയൽസുമായിട്ട് ലിങ്ക് ചെയ്യാം. ഇതെല്ലാം ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഫോൾഡറിൽ ഒരു ഫയലുമായിട്ട് ലിങ്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻറ്റ്, ഇത് വന്നിട്ട് നമ്മുടെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയലിൽ നമ്മൾ കുറേയധികം ഷീറ്റുകൾ കൊടുത്തിട്ടുണ്ടാവും. ആ ഷീറ്റുമായിട്ട് ലിങ്ക് ചെയ്യാനാണ് ഇത്. പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻറ്റിൽ ഇവിടെ സെൽ റെഫറൻസ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഷീറ്റിൻ്റെ നെയിമുകളാണ് കാണുന്നത്. ഞാൻ ഹൈപ്പർ ലിങ്കിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ആ പേജുമായിട്ട് ലിങ്ക് ആകുന്നതായിരിക്കും. നമുക്ക് തന്നെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിലുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ഫയലിലെ ഹൈപ്പർ ലിങ്ക് എന്നും പറഞ്ഞൊരു പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കൊടുക്കുന്നു, ഓക്കെ അടിക്കുന്നു. ശേഷം ഇതൊരു ഹൈപ്പർ ലിങ്കായി മാറിക്കഴിഞ്ഞു. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ പേജിലേക്ക് എക്സൽ ഓട്ടോമാറ്റിക്കലി ആ പേജ് ഓപ്പൺ ആകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നേരെ തിരിച്ച് നമുക്ക് വേറെ ആ ഫയലിലേക്ക് തന്നെ പോകണം. ഇവിടെ ഒരു ജസ്റ്റ് ഞാനിപ്പോൾ ഹോം എന്ന് കൊടുക്കുന്നു. അവിടെ വെച്ചതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ലിങ്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ Ctrl+K അടിച്ചാലും മതി. നമ്മുടെ പുതിയ വിൻഡോ ഓപ്പൺ ആയി വരും. അതിനുശേഷം നമുക്ക് എന്താണ് വേണ്ടത്, ഈ ഫയലുമായിട്ടാണെങ്കിൽ പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻ്റ് കൊടുക്കുന്നു. എൻ്റെ ഹോം എന്ന് പറഞ്ഞൊരു ഷീറ്റ് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിക്കുമ്പോൾ ലിങ്ക് കണക്റ്റ് ആകുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പേജിലേക്ക് പോകുന്നതായിരിക്കും. ഇതാണ് ഹൈപ്പർ ലിങ്ക് എക്സലിൽ.